നമസ്കാരം. പ്രധാന വാർത്തകൾ. ഓങ്ങല്ലൂർ വാടാനാംകുറിശി മേഞ്ചിത്തറ പ്രദേശത്ത് കുന്നിൻ മുകളിൽ വലിയ മുഴക്കം കേട്ടത് പരിഭ്രാന്തിയുണ്ടാക്കി. നിരവധി ക്വാറികൾ പ്രവർത്തിക്കുന്ന കുന്നിൽ ഉരുൾപൊട്ടൽ ഭീഷണിയെന്ന് നാട്ടുകാർ. ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു. ചെർപ്പളശ്ശേരി ചീഞ്ഞു നാറുന്നു. നഗരത്തിലെ AKG റോഡിന് സമീപം സ്വകാര്യ സ്ഥലത്ത് കുന്നുകൂടി കിടക്കുന്നത് മനുഷ്യ വിസർജ്യം ഉൾപ്പെടെയുള്ള മാലിന്യം. മഴയിൽ ഇത് റോഡിലേക്കും ഒഴുകുന്നു. എവിടെ പോയി മഴക്കാല ശുചീകരണമെന്ന് നാട്ടുകാർ. സാധാരണക്കാരെയും ദുരിതമനുഭവിക്കുന്നവരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്നതാവണം രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കേണ്ടത് ഈ തത്വമെന്നും VD സതീശൻ. വയനാട്ടിനെ വീണ്ടെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായ പ്രവാഹം. സ്വർണ്ണമാലയും മോതിരവും വിറ്റ് 1 ലക്ഷം രൂപ നൽകി ആനമാങ്ങാട്ടെ അധ്യാപിക ഗിരിജ. ഒരു ദിവസത്തെ വേതനം ദുരിതബാധിതർക്ക് നൽകി കരിമ്പുഴയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. ദുരിതബാധിതരെ സഹായിക്കാൻ സ്വയം മുന്നിട്ടിറങ്ങി മണ്ണാർക്കാട്ടെ കുരുന്നുകൾ. 10 ലക്ഷം രൂപ നൽകുമെന്ന് പെരിന്തൽമണ്ണ നഗരസഭ. ശ്രീകൃഷ്ണപുരത്ത് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണിട്ട് ഉയർത്തിയ ഭാഗം ഇടിഞ്ഞു വീണ സംഭവം. ഒറ്റപ്പാലം സബ് കളക്ടർ സ്ഥലം സന്ദർശിച്ചു. ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് സബ് കളക്ടർ. വിശദമായ വാർത്തകളിലേക്ക്. ഓങ്ങല്ലൂർ വാടാനാംകുറിശി മേഞ്ചിത്തറ പ്രദേശത്ത് കുന്നിൻ മുകളിൽ നിന്നും വലിയ ശബ്ദം കേട്ടത് പരിഭ്രാന്തിയുണ്ടാക്കി. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് മുഴക്കം പോലുള്ള വലിയ ശബ്ദം കേട്ടതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ക്വാറികൾ പ്രവർത്തിക്കുന്ന കുന്നിൻ താഴ്വാരത്ത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. വയനാട് ദുരന്തത്തിന്റെ ആഘാതമുണ്ടാക്കിയ ഞെട്ടലിൽ നിൽക്കുമ്പോഴാണ് വാടാനാംകുറിശി മേഞ്ചിത്തറ പ്രദേശത്ത് കുന്നിൻ മുകളിൽ നിന്നും വലിയ മുഴക്കത്തോടെ ശബ്ദം കേട്ട് ആളുകൾ പരിഭ്രാന്തരായത്. രാത്രി എല്ലാവരും വീടുകളിൽ നിന്ന് പേടിച്ച് പുറത്തിറങ്ങി. വിവരമറിയിച്ചതിനെ തുടർന്ന് ജനപ്രതിനിധികൾ, ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം, പട്ടാമ്പി തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം എന്നിവർ സ്ഥലത്തെത്തി. നിരവധി ക്വാറികൾ പ്രവർത്തിക്കുന്ന കുന്നായതിനാൽ ഭയചകിതരായാണ് രാത്രി പലരും കഴിച്ചുകൂട്ടിയത്. ഇന്നലെ രാത്രി ഒരു 9:10 ആയിക്കാണ്. അപ്പോൾ എന്തൊക്കെയൊരു സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, ഒരു മൂളിച്ച പോലെയൊക്കെ. അപ്പോൾ പല ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്, പക്ഷെ ഇന്നലെ കുറച്ചധികമായിരുന്നു. കഴിഞ്ഞ വർഷം ഇതുണ്ടായിരുന്നു, അതൊരു സൗണ്ട് വന്നിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അധികാരികളൊക്കെ ഒരുപാട് വന്നിരുന്നു. തഹസിൽദാർ, അത് പോലീസുകാർ എല്ലാവരും വന്നിരുന്നു, നോക്കിപ്പോയിരുന്നു. പക്ഷെ ഒരു നടപടി ഉണ്ടായില്ല. കുറച്ച് ദിവസം ക്വാറി അടച്ചിടും, പിന്നെ വേറെ നടപടികളൊന്നും അതിനകത്ത് ശേഷം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ ഇതുപോലെ സൗണ്ട് കേട്ടിട്ടുണ്ട് എല്ലാവരും, ഞങ്ങളും കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും ഇനിയെങ്കിലും ഇതിനെക്കുറിച്ച് ഒരു നടപടി എടുക്കണം. കാരണം കഴിഞ്ഞ വർഷത്തെ പോലെ ഇതേ സംഭവം കഴിഞ്ഞ വർഷം ഉണ്ടായതാണ്. അപ്പോൾ ഇതുപോലെ കഴിഞ്ഞ വർഷത്തെ പോലെ ആവാതെ ഇനിയും എന്തെങ്കിലുമൊക്കെ ഒരു നടപടി എടുത്തിട്ട് ഈ ക്വാറിയും ഈ ക്രഷറും ഇതെല്ലാം ഇവിടെ നിർത്തിച്ചിട്ട് ഈ നാടിനെ ഈ വലിയൊരു വിപത്തിൽ നിന്ന് രക്ഷിക്കണം എന്നാണ് ഈ നാട്ടുകാരെല്ലാവരും ആവശ്യം. ഇവിടുത്തെ മെയിൻ പ്രശ്നം ഇവിടെ അടുത്ത് തന്നെ ഈ ക്വാറിയുടെ അടുത്ത് 5, 6, 7, 8 ക്വാറികൾ നിലനിൽക്കുന്ന സ്ഥലത്തിൻ്റെ 50 മീറ്റർ 100 മീറ്റർ ചുറ്റളവിൽ ഒരുപാട് വീടുകൾ, 100-ൽ പരം കുടുംബാംഗങ്ങൾ ഇവിടെ എന്തിനാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ മദ്രസകൾ, സ്കൂളുകൾ എല്ലാം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ശനിയാഴ്ച രാവിലെ മൈനിങ് ആൻഡ് ജിയോളജി ജില്ലാ ഓഫീസർ വിനോദിന്റെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്തെത്തി കുന്നിലും ക്വാറികളിലും പരിശോധന നടത്തി. വിഷയത്തിൽ ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് പറഞ്ഞു. വാടാനാംകുറിശി മേഞ്ചിത്തറ പ്രദേശത്ത് ഇന്നലെ രാത്രിയോടുകൂടി വലിയ രൂപത്തിലുള്ള 2-3 ശബ്ദങ്ങൾ ഉണ്ടാവുകയും പ്രദേശവാസികൾ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ നിന്ന് മെമ്പറും ജനപ്രതിനിധികളും അതോടൊപ്പം വില്ലേജ് ഓഫീസർ, ഡെപ്യൂട്ടി തഹസിൽദാർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, DSP അടക്കം ഇവിടെ മേഞ്ചിത്തറ പ്രദേശത്ത് സന്ദർശിച്ചു. ഇവിടെ 2-3 ക്വാറികൾ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ ക്വാറികൾ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായ ശബ്ദമാണോ എന്നുള്ളതിന്റെ ഒരു സംശയം ബലപ്പെട്ട സാഹചര്യത്തിൽ ജിയോളജിസ്റ്റിനെയും അതോടൊപ്പം തഹസിൽദാരെയും എല്ലാം വിവരം അറിയിച്ചു. അവർ ഇന്ന് രാവിലെ കാലത്ത് തന്നെ ഇവിടെ എത്തുകയും ജിയോളജിസ്റ്റും തഹസിൽദാരും മറ്റു പോലീസിന്റെ ഒക്കെ സഹായത്തോടു കൂടി ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിൽ നിന്നും ഇവിടെ പ്രസിഡന്റ് അടക്കം ഞങ്ങളെല്ലാവരും ഇവിടെ എത്തി ഇവിടെ പരിശോധന നടത്തുകയും ഈ ക്വാറി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള വല്ല ഭൂചലനോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വിഷയങ്ങളാണോ എന്ന് പരിശോധിച്ച് ജിയോളജിസ്റ്റും മറ്റും തരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ എടുക്കാനാണ് ആലോചിച്ചിരിക്കുന്നത്. കുന്നിൻ മുകളിലെ അനിയന്ത്രിതമായുള്ള ക്വാറികളുടെ പ്രവർത്തനത്തിനെതിരെ വർഷങ്ങളായി പരാതിയുണ്ടെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പല വീടുകളിലും ക്വാറികളിൽ നിന്നുള്ള ഉഗ്രസ്ഫോടനത്തിന്റെ പ്രകമ്പനത്തിൽ വിള്ളൽ വീണിട്ടുണ്ട്.
വയനാട് പോലുള്ള വലിയ ദുരന്തങ്ങളിലേക്ക് ഈ നാടിനെയും തള്ളിവിടരുതേ എന്നാണ് ഇവരുടെ അഭ്യർത്ഥന. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ശ്രീകൃഷ്ണപുരത്ത് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഉയർത്തിയ ഭാഗത്തു നിന്നും മണ്ണിടിഞ്ഞ് വീണ സ്ഥലം ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേമരാജ് സന്ദർശിച്ചു. ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് സബ് കളക്ടർ പറഞ്ഞു. കംപ്ലീറ്റ് മണ്ണും വേസ്റ്റും കൊണ്ടു കൂട്ടിയിരിക്കുക, പോരാത്ത പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം കൊണ്ടൊന്ന് കൂട്ടിയിരിക്കുക. ഇതിനെല്ലാം മറ്റേ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എല്ലാവരും സപ്പോർട്ടിൽ ഇതിങ്ങനെ പോകാം, നമ്മൾ സഹകരിക്കുകയാണ് കാര്യങ്ങൾ നടക്കട്ടെ. മുണ്ടൂർ തൂത നാലുവരിപ്പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പെരുമാങ്ങോട് മണിയാണി മഹാകാളിയമ്മ ക്ഷേത്രത്തിനു മുൻവശത്ത് സ്വകാര്യ സ്ഥലം മണ്ണിട്ടുയർത്തിയ ഭാഗമാണ് കഴിഞ്ഞ ദിവസം ക്ഷേത്രം റോഡിലേക്കും സമീപത്തുള്ള വീടിനരികിലേക്കും ഇടിഞ്ഞു വീണത്. ഇതോടെ വലിയ ആശങ്കയിലാണ് ജനങ്ങൾ കഴിയുന്നതെന്ന വാർത്ത കഴിഞ്ഞ ദിവസം മലബാർ സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്ഥലം ശനിയാഴ്ചയാണ് ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേമരാജ് സന്ദർശിച്ചത്. പ്രദേശവാസികൾ അദ്ദേഹത്തോട് പ്രശ്നത്തിന്റെ രൂക്ഷത ബോധ്യപ്പെടുത്തി. ജനങ്ങളുടെ ആശങ്ക മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഇവരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും സബ് കളക്ടർ പറഞ്ഞു. വില്ലേജ് ഓഫീസർ ഷേർലി ചന്ദ്രൻ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവരും സബ് കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. മണ്ണാർക്കാടുണ്ടായ കനത്ത കാറ്റിൽ കെട്ടിടത്തിന് മുകളിലെ ഷീറ്റ് ഉറപ്പിക്കുന്ന കമ്പി താലൂക്ക് ആശുപത്രി റോഡിൽ നിർത്തിയിട്ട കാറിന് മുകളിൽ വീണ് കാറിന്റെ ചില്ല തകർന്നു. കുടക്കാട് മണ്ണിൽ ഉബൈദിന്റെ കാറിനാണ് കേട് സംഭവിച്ചത്. കാൽനടയാത്രക്കാർക്ക് മേലിൽ കമ്പി വീഴാതിരുന്നത് ഭാഗ്യമായി. ശനിയാഴ്ച ഉച്ചയ്ക്കുണ്ടായ ശക്തമായ കാറ്റിലാണ് മണ്ണാർക്കാട് ആശുപത്രിപ്പടി ലൈബ്രറി കെട്ടിടത്തിന്റെ മുകളിൽ ഷീറ്റ് ഉറപ്പിച്ച കമ്പി താഴെ വീണത്. കുട്ടിയെ താലൂക്ക് ആശുപത്രിയിൽ കാണിക്കാൻ വന്നതായിരുന്നു ഉബൈദ്. കാർ റോഡിൽ മതിലിനോട് ചേർത്ത് നിർത്തിയാണ് ആശുപത്രിയിലേക്ക് പോയത്. രോഗികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ നടന്നു പോകുന്ന റോഡാണിത്. കാറിന് കേടുപാടുകൾ സംഭവിച്ചു. എന്നാൽ ഇതുവഴി നടന്നു പോകുകയായിരുന്ന യാത്രക്കാർക്കുമേൽ കമ്പി വീഴാതിരുന്നത് വലിയ ഭാഗ്യമായി. ചെർപ്പശ്ശേരി AKG റോഡിലൂടെ യാത്ര ചെയ്യുന്നവർ ജാഗ്രത പുലർത്തുക. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് നിങ്ങൾ കടന്നു ചെല്ലുന്നത്. നഗരത്തിലെ സകല മാലിന്യവും കുമിഞ്ഞുകൂടുന്നത് AKG റോഡിനരികിലാണ്. അറവ് മാലിന്യം മുതൽ മനുഷ്യ വിസർജ്യം വരെ ഇവിടെയുണ്ട്. ചെറുപ്പശ്ശേരി നഗരമധ്യത്തിലെ AKG റോഡിന്റെ അവസ്ഥയാണിത്. എങ്ങും മാലിന്യക്കൂമ്പാരമാണ്. അടുക്കള മാലിന്യവും പ്ലാസ്റ്റിക് കുപ്പികളും ഉൾപ്പെടെ മനുഷ്യ വിസർജ്യം വരെ നമുക്കിവിടെ കാണാനാവും. സ്വകാര്യ വ്യക്തികളുടെ ആളൊഴിഞ്ഞ പറമ്പാണ് സാമൂഹ്യവിരുദ്ധർ മാലിന്യം തള്ളാനുള്ള ഇടമായി കണ്ടെത്തിയിരിക്കുന്നത്. ഇരുട്ടിന്റെ മറവിൽ പറമ്പിലെ റോഡിനോട് ചേർന്നുള്ള പൊട്ടക്കിണറിലേക്ക് മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നത് ഇവിടെ പതിവാണ്. മനുഷ്യർ ഉണ്ടാക്കുന്ന സകല മാലിന്യവും നമുക്കിവിടെ കാണാനാവും. കൂട്ടത്തിൽ മനുഷ്യവിസർജ്യം ഉൾക്കൊള്ളുന്ന സാനിറ്ററി നാപ്കിനുകളാണ് കൂടുതലും. മഴ പെയ്ത് വെള്ളം നിറഞ്ഞതോടെ ഈ മാലിന്യങ്ങൾ കുഴിയിൽ കിടന്ന് അഴുകി ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇവിടെ നിന്നും ഒഴുകി വരുന്ന വെള്ളത്തിലൂടെയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള ആയിരക്കണക്കിന് യാത്രക്കാർ ദിനേന കടന്നു പോകുന്നത്. ഈ വെള്ളം ഒഴുകിയെത്തുന്നതാവട്ടെ സമീപത്തെ വീടുകളിലെ കുടിവെള്ള സ്രോതസ്സുകളിലേക്കും. നിരവധി തവണ പരാതികൾ നൽകിയിട്ടും ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ നഗരസഭാ അധികൃതർ ഇതുവരെയും തയ്യാറായില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇതിപ്പോൾ ഇങ്ങനെ വേസ്റ്റ് ഇവിടെ ഇങ്ങനെ കൊടുന്നിട്ട് ആൾക്കാർ അത് ആരാണ് കൊടുന്നിടുന്നത് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ക്യാമറ ഇതൊക്കെ വെക്കാൻ വേണ്ടി നോക്കിയതാണ്. അപ്പോൾ പക്ഷെ അതിനൊന്നും നമുക്കവിടെ വെക്കാനൊന്നും ഒരു ഇത് ഇല്ല. അപ്പോൾ ഇതിങ്ങനെ ഒരു വെയിലും ഇതുള്ളതുകൊണ്ടാണ് ഈ വണ്ടി ഹോട്ടൽ വേസ്റ്റുകളും പിന്നെ പോകുന്നവരെല്ലാവരും കൊടുന്നിടുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഇപ്പോൾ ഈ ഉറവ് വന്നിരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ മുകളിൽ നിന്ന് വരുന്ന വെള്ളം സ്വാഭാവികമായിട്ടുള്ള ആ ചാലുകൂടെ അങ്ങനെ വന്ന് പറമ്പിൽ കൂടെ വന്നിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അത് പോകുമ്പോൾ എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഈ അഴുക്കിൽ അവിടെ കുഴി നിറഞ്ഞിട്ട് ഇവർ ബാഗുകൾ വലിച്ചെറിഞ്ഞത് അത് അതിൽ ചീഞ്ഞ് അതിലുള്ള വെള്ളമാണ് ഇപ്പോൾ ഈ റോട്ടിൽ കൂടെ അങ്ങനെ ഇറങ്ങി പോണത്. ഇതിപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് അവിടെ 2-3 പ്രാവശ്യമൊക്കെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്നിട്ട് അത് ക്ലീൻ ചെയ്യും. ഇതിൻ്റെ മുന്നേ അതിൻ്റെ ഒരുപാടുണ്ടായിരുന്നു. അത് നമ്മൾ കുറേ
അന്ന് വന്നിട്ട് ഇതേപോലെ തന്നെ കംപ്ലയിൻറ്റ് കൊടുത്ത് നമ്മളത് കംപ്ലീറ്റ് അവിടുന്ന് അവർ വന്ന് മുനിസിപ്പാലിറ്റിയുടെ ആൾക്കാർ വന്നിട്ട് കംപ്ലീറ്റ് അത് വാരിക്കൊണ്ട് പോയതാണ്. ഇതിപ്പോൾ നമുക്കും ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ പറ്റില്ല, കംപ്ലയിൻറ്റ് കൊടുക്കാൻ. അത് ചെയ്യുന്നവർ ശ്രദ്ധിക്കണമല്ലോ, എല്ലാവരും കൊടുന്ന് ഇങ്ങനെ ഒരു ഒഴിവ് എടുക്കേണ്ടി പറഞ്ഞിട്ട് കൊണ്ടിരിക്കുക. എന്നിട്ട് ഇപ്പോൾ ആ വെള്ളം ചീഞ്ഞിട്ടാണ് ഇപ്പോൾ ആ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ട് പോയിരിക്കുന്നത്. അത് കൂടെ ചവിട്ടി പുറത്തേക്ക് പോകണമെങ്കിൽ ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പോഴത്തെ ഒരു പൈപ്പ് വെക്കേണ്ട കണ്ടീഷനാണ്. കാരണം അധികം നടന്ന് വന്ന് അവിടെ കാല് കഴുകിയിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ ചൊറി ഇറങ്ങി വന്ന് ഇല്ല കൊതുകളും. വെള്ളം പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് മുകളിൽ നിന്ന് വരുന്ന, ഇപ്പോൾ എനിക്ക് തോന്നുന്നു മലയുടെ കുന്നിൻ്റെ മുകളിൽ നിന്ന് വരെ വെള്ളം ഒഴിച്ച് സ്വാഭാവികമായിട്ട് അതിനൊരു ചാല അങ്ങനെ നോർമലി ഉള്ളതാണ്. അത് കൂടെ അങ്ങനെ ആ ഒരു നിലമ്പതി കൂടെ അങ്ങനെ വെള്ളം പോകുന്നതാണ്. അപ്പോൾ വെള്ളത്തിന് കുഴപ്പമില്ല. ആൾക്കാർ ഇങ്ങനെ ഒരു ജനദ്രോഹപരമായ പരിപാടികൾ ചെയ്യുന്നതിന് ഇപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മളൊരു ക്യാമറയും ഇതൊക്കെ വെക്കാൻ നോക്കി, ഇങ്ങനെ ഒരു ഇതില്ലാതെ കിടക്കണോണ്ടായിരിക്കാം ആൾക്കാർ വന്ന് ഇതാക്കണം. 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ കണ്ടിട്ട് പലരിടത്തും അത് പറയുകയൊക്കെ ഉണ്ടായി. പിന്നെ ഇപ്പോൾ ഇങ്ങനെയാണ് ഇത് നമുക്ക്. മഴക്കാലത്ത് പല പകർച്ചവ്യാധികളും നാട്ടിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ് ചെർപ്പുളശ്ശേരിയിൽ അധികാരികളുടെ മൂക്കിന് താഴെ ഈ ദുരവസ്ഥ. മഴക്കാലപൂർവ്വ ശുചീകരണവും മാലിന്യ നിർമ്മാർജ്ജനവും എവിടെ പോയി എന്നാണ് ആളുകളുടെ ചോദ്യം. സാധാരണക്കാരെയും ദുരിതമനുഭവിക്കുന്നവരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്നതാകണം രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇതുതന്നെയാകണം കോൺഗ്രസിന്റെ രാഷ്ട്രീയമെന്നും വി.ഡി. സതീശൻ ഓർമ്മിപ്പിച്ചു. പട്ടാമ്പിയിൽ KSBA തങ്ങൾ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരിതമനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം. കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഇതാവണം. സാധാരണക്കാർക്കൊപ്പം സഞ്ചരിച്ച നേതാവായിരുന്നു KSBA തങ്ങളെന്നും വി.ഡി. സതീശൻ അനുസ്മരിച്ചു. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിന് പൊതുപ്രവർത്തനവും സാമൂഹ്യ സേവനവും ജീവകാരുണ്യ പ്രവർത്തനവും എല്ലാം രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. മറ്റുള്ളവന്റെ കണ്ണീര് തുടയ്ക്കാൻ, അവന്റെ സങ്കടങ്ങൾ മാറ്റാൻ, അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന തീക്ഷ്ണമായ പ്രയത്നത്തിന്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനം. പേരാകണം രാഷ്ട്രീയ പ്രവർത്തനം. അല്ലാതെ വേറെ വഴികളിലൂടെയല്ല സഞ്ചരിക്കേണ്ടത്. നമുക്ക് പറയാം, നമ്മുടെ ചുറ്റുപാടുകളിൽ എന്തുമാത്രം സങ്കടങ്ങളുണ്ട്. ഞാൻ ഒരു സങ്കട കടലിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ചുറ്റും വലിയ സങ്കട കടലുണ്ട്. ഇതൊരു ദുരന്തമുണ്ടായതാണ്. വയനാട്ടിലെ നിലനാടുമല്ല, അല്ലാതെ തന്നെ നമ്മുടെ ചുറ്റിലും ഈ വലിയ ഭൂമിയിൽ, വലിയ ഭൂമിയല്ലേ ഇത് കാണുമ്പോൾ, അതിൽ സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാത്ത ആളുകൾ എത്ര പേരുണ്ട്? കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ അങ്ങനെ മാതൃകാ ജനപ്രതിനിധികളാകണം. അവരൊക്കെ ജയിക്കുന്നതാണ് ഓരോ സ്ഥലത്ത് പോയിട്ട്. ചിലപ്പോൾ CPM ജയിക്കുന്ന വാളായിരിക്കും. ഇവരവിടെ പോയി എന്നാൽ നമ്മൾ ഞെട്ടിപ്പോയി. ചിലപ്പോൾ 500 വോട്ടിന് ജയിക്കും, വലിയ ഭൂരിപക്ഷത്തിന്. അവരുടെ മുമ്പിൽ ആളുകൾക്ക് ഇപ്പോൾ അതൊന്നുമില്ല. ആളുകൾക്ക് മുമ്പിൽ ആരാണ് അവരെ സഹായിക്കുന്നത്, ആരാണ് അവരോട് ചേർന്ന് നിൽക്കുന്നത്, അതിന്റെ മുമ്പിൽ രാഷ്ട്രീയമൊക്കെ ഇല്ലാതാവും. ഈ കക്ഷി രാഷ്ട്രീയമൊക്കെ ഇല്ലാതായി പോവും. അപ്പൊ അതായിരിക്കണം ചെയ്യുന്നത്. അതാണ് എനിക്ക് KSBA തങ്ങളുടെ ഓർമ്മകൾ പുതുക്കുന്ന ഈ ദിവസം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഉള്ളത്. സാധാരണക്കാരെ ചേർത്ത് പിടിക്കുമ്പോൾ അവർക്ക് മുന്നിൽ രാഷ്ട്രീയമില്ല. തങ്ങളെ ചേർത്ത് പിടിക്കുന്നവരാണ് അവരുടെ ആശ്രയം. ഓരോ വാർഡുകളിലെയും സ്ഥിതിവിവരങ്ങൾ മനസ്സിലാക്കാൻ കോൺഗ്രസ് ജനപ്രതിനിധികൾക്ക് കഴിയണം. ഒരാളെ സഹായിക്കാനുള്ള മനസ്സുണ്ടായാൽ അത് നടന്നിരിക്കുമെന്നാണ് തന്റെ അനുഭവമെന്നും വി.ഡി. സതീശൻ സൂചിപ്പിച്ചു. ആരെ സഹായിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾക്കൊരു നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ ആളെ സഹായിക്കാൻ പറ്റും എന്നാണ് എന്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ തീരുമാനിച്ചാൽ പണം പുറകെ വരും. ചിലപ്പോൾ ചില സ്ഥലത്ത് 1 കോടി രൂപ വേണം, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ വേണം എന്ന് പറയുന്ന നാട്ടുപുറങ്ങളിൽ, ഗ്രാമങ്ങളിൽ മനുഷ്യരൊന്നിച്ച് ഒരുമിച്ച് കൂടി ഈ 50 ലക്ഷവും 1 കോടിയൊക്കെ 3 ദിവസം കൊണ്ട് ഉണ്ടാകുന്നത് കണ്ടിട്ടില്ല. എത്രയോ ആളുകൾ സഹായങ്ങളുമായി നിൽക്കുന്നവരുണ്ട്. ചെയ്യുമ്പോൾ അതിനകത്തൊരു സുതാര്യത വേണം, അതിൻ്റെ അകത്തൊരു സത്യസന്ധത വേണം. നമ്മൾ നൽകുന്നത് അർഹരായ ആളുകൾക്കാകണം എന്ന് ഈ പണം തരുന്നവർക്ക് ഉറപ്പുണ്ടാകും. അത് ചെയ്യേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിലൂടെ സന്തോഷം കണ്ടെത്താൻ കഴിയണം. അപ്പോൾ പണം കൊണ്ട് മാത്രമല്ല, വാക്കുകൊണ്ട്, നോക്കുകൊണ്ട്, തലോടൽ കൊണ്ട്, സാന്ത്വനം കൊണ്ട് ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് പല രീതിയിൽ മടക്കിക്കൊണ്ടുവരാൻ, പല രീതിയിൽ ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയും. വി.കെ. ശ്രീകണ്ഠൻ MP അനുസ്മരണ പ്രഭാഷണം നടത്തി. KR നാരായണസ്വാമി അധ്യക്ഷനായി. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CMA കരീം, റിയാസ് മുക്കോളി, അഡ്വക്കേറ്റ് രാമദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. KSBA തങ്ങളുടെ സ്മരണാർത്ഥം നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനവും ചടങ്ങിൽ നടന്നു. വയനാടിനെ വീണ്ടെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കാരുണ്യപ്രവാഹം.
ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ സഹായിക്കാൻ പെരിന്തൽമണ്ണ നഗരസഭ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ നൽകും. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും വനമിത്ര പുരസ്കാര ജേതാവുമായ ആനമങ്ങാട്ട് സ്വദേശി ഗിരിജ ടീച്ചർ തന്റെ സ്വർണ്ണമാലയും മോതിരവും വിറ്റ 1 ലക്ഷം രൂപ മലപ്പുറം ജില്ലാ കളക്ടർക്ക് കൈമാറി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം പ്രവഹിക്കുകയാണ്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും വനമിത്ര പുരസ്കാര അവാർഡ് ജേതാവുമായ ആനമങ്ങാട് സ്വദേശി ഗിരിജ ടീച്ചർ തന്റെ സ്വർണ്ണ ചെയിനും മോതിരവും വിറ്റ് കിട്ടിയ 1 ലക്ഷം രൂപ മലപ്പുറം ജില്ലാ കളക്ടർക്ക് കൈമാറി. ആനമങ്ങാട് ALP സ്കൂളിലെ അധ്യാപികയായിരുന്ന ഗിരിജ ടീച്ചർ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ തുകയിൽ നിന്നും കഴിഞ്ഞ പ്രളയകാലത്ത് 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിരുന്നു. പരിസ്ഥിതി പ്രവർത്തകനും മുൻ അധ്യാപകനുമായ ബാലകൃഷ്ണനാണ് ഇവരുടെ ഭർത്താവ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ സഹായിക്കാൻ സഹോദരങ്ങളായ 2 വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പ് തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. LKG മുതൽ സ്വരുക്കൂട്ടിയ സ്കോളർഷിപ്പ് തുകയായ 5200 രൂപ പാതാക്കര AUP സ്കൂൾ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ നഹദിയ കൈമാറി. നഹദിയയുടെ സഹോദരനും താഴേക്കോട് PTM സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ മുഹമ്മദ് റിസ്വാന്റെ സ്കോളർഷിപ്പ് തുകയായ 4800 രൂപയും ചേർത്ത് ആകെ 10000 രൂപ ജില്ലാ കളക്ടർ VR വിനോദിന് കൈമാറി. പെരിന്തൽമണ്ണ പൊന്നിയാകുറിശി സ്വദേശി കീഴിശ്ശേരി മണ്ണിൽ ഹംസ സെക്കീന ദമ്പതികളുടെ മക്കളാണ് ഇരുവരും. പെരിന്തൽമണ്ണ നഗരസഭ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ തനത് ഫണ്ടിൽ നിന്നും നൽകും. അടുത്ത കൗൺസിൽ യോഗം തീരുമാനത്തിന് ശേഷം അംഗീകാരം നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ P. ഷാജി അറിയിച്ചു. നഗരസഭാ ചെയർമാൻ 1 മാസത്തെ ഓണറേറിയവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. വയനാടിനെ വീണ്ടെടുക്കാനുള്ള ദൗത്യത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളാണ് തങ്ങളുടെ 1 ദിവസത്തെ വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കുലുക്കിലിയാട് 2ാം വാർഡിലുള്ള 60 തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ആദ്യഘട്ടമായി തങ്ങളുടെ 1 ദിവസത്തെ വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. K. പ്രേംകുമാർ MLAക്ക് CDS മെമ്പർ ലത ചെക്ക് കൈമാറി. വാർഡ് മെമ്പർ ഉമ്മർ കുന്നത്ത്, വാർഡ് വികസന സമിതി അംഗം സിദ്ദിഖ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മാതൃകാ പ്രവർത്തനമാണ് തൊഴിലാളികൾ നടത്തിയതെന്നും ദുരന്തമനുഭവിക്കുന്നവരെ സഹായിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും MLA പറഞ്ഞു. കുടുംബത്തിലെ മറ്റ് തിരക്കുകളെല്ലാം മാറ്റിവെച്ചും സമയം ക്രമീകരിച്ചുമാണ് നിങ്ങളെല്ലാം ഇവിടെ എത്തിയിട്ടുള്ളത്. അതിന് പ്രത്യേകമായിട്ടുള്ള സ്നേഹവും അഭിനന്ദനവും നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മുടെ നാട് ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കുമ്പോൾ ആ ദുരന്തത്തിൽ നിന്ന് നാടിനെ കൈപിടിച്ചുയർത്താൻ നമുക്ക് കഴിയാവുന്ന നിലയിലുള്ള സഹായം ചെയ്യുക എന്നതിനേക്കാൾ ഒരു വലിയ നല്ല കാര്യം വേറെയില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള സംഭാവന നിങ്ങളെ സംബന്ധിച്ചതൊരു ഉയർന്ന സംഖ്യയാണ്. 1 ദിവസത്തെ വേതനം എന്ന് പറയുന്നത് സ്വാഭാവികമായും അത്തരമൊരു നല്ല തീരുമാനം 1ാം ഘട്ടത്തിൽ എടുത്തിട്ടുള്ള എല്ലാ സഹോദരിമാർക്കും അമ്മമാർക്കും ഊഷ്മളമായിട്ടുള്ള സ്നേഹവും. വയനാട് ദുരന്തബാധിതരെ സഹായിക്കാൻ സഹായം അഭ്യർത്ഥിച്ച് കുരുന്നുകൾ രംഗത്ത്. മണ്ണാർക്കാട് തോരാപുരം ഗ്രാമത്തിലെ 3 കുട്ടികളാണ് ആരുടെയും പ്രേരണയില്ലാതെ ഈ ഉദ്യമത്തിന് ഇറങ്ങിയത്. മണ്ണാർക്കാട് നെല്ലിപ്പുഴ DHSലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി അബിൻകുമാർ, 6ാം ക്ലാസ് വിദ്യാർത്ഥി അശ്വിൻ, മണ്ണാർക്കാട് ALP സ്കൂൾ വിദ്യാർത്ഥി നിവിൻകുമാർ എന്നിവരാണ് വയനാട് ദുരിതാശ്വാസ ഫണ്ട് സമാഹരണത്തിന് ഇറങ്ങിയത്. ചെറിയൊരു ബക്കറ്റും എഴുതി തയ്യാറാക്കിയ ബോർഡുമായി സമീപത്തെ വീടുകളിലും മറ്റുമാണ് സഹായാഭ്യർത്ഥനയുമായി എത്തിയത്. വീട്ടുകാരെ ആദ്യം വിവരം അറിയിച്ചിരുന്നില്ല. ബക്കറ്റും ബോർഡും വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചത് കണ്ട് വീട്ടുകാർ ചോദിച്ചപ്പോഴാണ് ഇവർ കാര്യം പറഞ്ഞത്. നല്ല കാര്യമല്ലേ ചെയ്യുന്നതെന്ന് കണ്ട് വീട്ടുകാരും പിന്തുണ നൽകി. വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ടതോടെയാണ് അവരെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതിയത്. ഞങ്ങളെപ്പോലുള്ള കുട്ടികളും ദുരന്തത്തിൽ പെട്ടെന്ന് അറിഞ്ഞപ്പോൾ സങ്കടമായി. ലഭിക്കുന്ന തുക കൗൺസിലറുടെ നേതൃത്വത്തിൽ അധികാരികളെ ഏൽപ്പിക്കുമെന്നും കുട്ടികൾ പറഞ്ഞു. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിൽ ഇങ്ങനെ ദുരന്തം ഉണ്ടായി. ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ കുറേ കുട്ടികൾ മരണപ്പെടുകയും ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അവർക്ക് ഭക്ഷണമില്ല, വസ്ത്രങ്ങളൊന്നും ഇടാനില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഞങ്ങളുടെ ആവേശമാരി ഞങ്ങൾ എല്ലാവരും കൂടി സംഘടിച്ച് ഇവിടെ പരിസരങ്ങളിൽ മാത്രം കാശ് പിരിച്ച് വയനാട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ സഹായമായി. വീട്ടുകാർ നല്ല കാര്യമാണ്, കുഴപ്പമിക്കോളൂ എന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ സെബാസ്റ്റ്യനിലേക്ക് ഇടവേള. വാർത്തകൾ തുടരുന്നു. പിതൃമോക്ഷം തേടി ആയിരങ്ങൾ കർക്കിടകവാവ് ബലിയിട്ടു. ഭാരതപ്പുഴയിലെയും തൂതപ്പുഴയിലെയും പ്രധാന സ്നാനഘട്ടങ്ങളിലെല്ലാം വലിയ തിരക്കാണ് ബലിതർപ്പണത്തിന് അനുഭവപ്പെട്ടത്. ഭക്തർക്കായി പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളും കടവുകളിൽ ഒരുക്കിയിരുന്നു. മാതൃവംശേ തദൈവ ഗുരു
ശശുര ബന്ധൂന യേച അന്യേ ബാന്ധവാമൃത യേമേ കുലെ ലുപ്തപിണ്ഡ പുത്രധാര വിവർജിത ക്രിയാലോപ ഹതാശ്ചൈവ ജാദ്യാന്ത പങ്കവസ്തത വിരൂപ അസീപത്രേ വനേ ഘോരെ കുംഭീഭാഗെ ചരൗരവേ തേഷാം. പിതൃമോക്ഷം തേടി ആയിരങ്ങളാണ് കർക്കിടക വാവ് ബലിതർപ്പണം നടത്തിയത്. പിതൃപ്രീതിക്കായി ബലിതർപ്പണം നടത്താനുള്ള ഉത്തമ ദിവസമാണ് കർക്കിടക മാസത്തിലെ കറുത്ത വാവ് എന്നാണ് വിശ്വാസം. ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയാണ് കർക്കിടക വാവ്. ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും കർക്കിടക വാവ് ദിവസം ബലിതർപ്പണം നടത്തിയാൽ അത് പിതൃക്കൾക്ക് നിത്യവും ബലിതർപ്പണം നടത്തുന്നതിന് തുല്യമാണെന്ന് വിശ്വാസികൾ കരുതുന്നു. ഭാരതപ്പുഴയിലെയും തൂതപ്പുഴയിലെയും പ്രധാന സ്നാനഘട്ടങ്ങളിലെല്ലാം വലിയ തിരക്കാണ് പിതൃതർപ്പണത്തിന് അനുഭവപ്പെട്ടത്. മഴയുടെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ കടവുകളിൽ ഒരുക്കിയിരുന്നു. ഭാരതപ്പുഴയോരത്തെ തിരുവില്ലാമല അയവ്രമഠം, തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം, തൃത്താല യജ്ഞേശ്വര ക്ഷേത്രം, തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം എന്നീ സ്നാനഘട്ടങ്ങളിലും തൂതപ്പുഴയിലെ കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം, കാറൽമണ്ണ കാളിക്കടവ് എന്നിവിടങ്ങളിലും വലിയ തിരക്കാണ് ബലിതർപ്പണത്തിന് അനുഭവപ്പെട്ടത്. മൺമറഞ്ഞുപോയ പിതൃക്കളോടുള്ള നമ്മുടെ കടമ നിറവേറ്റാനുള്ള അവസരം കൂടിയാണ് കർക്കിടക വാവ് ബലിയെ വിശ്വാസികൾ കാണുന്നത്. തലേന്ന് വ്രതമെടുത്ത് കുളിച്ച് ഈറനണിഞ്ഞും മരിച്ചു മൺമറഞ്ഞുപോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തിപുരസ്സരമാണ് ബലിയിടൽ ചടങ്ങ് നടന്നത്. നെയ്വിളക്ക് വെച്ച് മഹാവിഷ്ണു സങ്കല്പത്തിൽ പിതൃക്കളെ നമസ്കരിച്ച് മഹാവിഷ്ണു സങ്കല്പത്തിൽ നമസ്കാരമാണ്. 12 നമസ്കാരത്തോട് കൂടിയിട്ടുള്ള ഒരു കർമ്മമാണ് പിതൃ നമസ്കാരം എന്ന് പറയുന്നത്. അതാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ബലി കർമ്മം കഴിഞ്ഞിട്ടാണ് ഈ പിതൃ നമസ്കാരം ഇവിടെ നടക്കുന്നത്. ഇത് കാളിയടവത്ത് പ്രത്യേകമായിട്ട് ഒരു കർമ്മം നടത്താറുണ്ട്. ഗവൺമെൻറ്റിൻ്റെ കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നു, പുഴയിലിറങ്ങാതെ കുളിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞങ്ങളൊരു തോണി സംഘടിപ്പിച്ച് ആ തോണി 40 അടി നീളമുള്ളൊരു തോണിയാണ്. ആ തോണിയിൽ വെള്ളം നിറച്ചുകൊണ്ട് എല്ലാവരെയും കുളിപ്പിക്കാനുള്ള അതിൽ പാത്രങ്ങളിട്ട് അതിൽ നിന്ന് മുക്കി കുളിച്ചിട്ടാണ് എല്ലാവരും. ഇക്കുറി ആരും തന്നെ പുഴയിൽ ഇറങ്ങിയിട്ട് കുളിച്ചിട്ടില്ല. നല്ലപടി നടന്നു എന്നാണ് വിശ്വാസം. ഭക്തർക്ക് എല്ലാ കൊല്ലവും നിലത്തിരുന്നിട്ടാണ് ചെയ്യാറ്. ഇക്കുറി ബെഞ്ചും ഡെസ്കും സ്റ്റൂളും ഇട്ടിട്ട് സാധാരണ ആർക്കും നിലത്ത് മുട്ട് മടക്കിയിരിക്കാനുള്ള അസൗകര്യം കാരണം, സ്ഥലത്തിൻ്റെ പരിമിതി ഒക്കെ കാരണം എല്ലാവർക്കും ഡെസ്കും സ്റ്റൂളും ഇട്ട് നല്ല ഇതിലാണ് ഇക്കുറി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ആയിരങ്ങൾ പിതൃബലി തർപ്പണത്തിനെത്തി. പി അഖിൽ നമ്പീശൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എന്നാണ് സങ്കല്പിക്കുന്നത്. ആ അരിയിലേക്ക് കുറച്ച് തീർത്തൊഴിച്ച് അരി മാത്രം നന്നായിട്ട് കുഴയ്ക്കും. തീർത്തൊഴിച്ചിട്ട് അരി മാത്രം നന്നായിട്ട് കുഴയ്ക്കും. എടുക്കാൻ പറ്റുന്ന കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നടന്ന പിതൃബലി തർപ്പണത്തിന് 5000-ൽ പരം ആളുകൾ എത്തി. പുലർച്ചെ 3:30 ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങി. നവീകരിച്ച ഹാളിന് പുറമെ പ്രത്യേക പന്തലുകളും ക്രിയകൾക്കായി സജ്ജീകരിച്ചിരുന്നു. ഒരേ സമയം 300ഓളം ആളുകൾ ബലിതർപ്പണം നടത്തി. തുടർന്ന് ക്ഷേത്രത്തിൽ ആനയൂട്ടും പഞ്ചവാദ്യവും നടന്നു. തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പോലീസ്, മെഡിക്കൽ, ഫയർഫോഴ്സ്, ട്രോമ കെയർ എന്നിവരുടെ സേവനങ്ങൾ സജ്ജമാക്കിയിരുന്നു. ഞായറാഴ്ചയും വാവുള്ളതിനാൽ ബലിതർപ്പണത്തിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കിടകത്തിനോടനുബന്ധിച്ച് ഇന്ന് രാവിലെ പുലർച്ചെ 3 മണി മുതൽക്ക് തന്നെ നിരവധി ഭക്തർ വന്ന് പിതൃതർപ്പണം നടത്തിക്കഴിഞ്ഞു. വാവ് 2 ദിവസമായിട്ട് ഉള്ളത് കാരണത്താൽ നാളെയും തിരക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് വേണ്ടുന്ന സൗകര്യങ്ങളും ഏർപ്പാടുകളൊക്കെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്ന് നിരവധി ഇത്ര നേരം കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ പിതൃതർപ്പണം നടത്തി പോയി കഴിഞ്ഞു. നാളെയും ഇതേ തിരക്ക് നിലനിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. കുമരമ്പത്തൂർ പയ്യനിടം ഏനാനിമംഗലം ശിവക്ഷേത്രക്കടവിൽ കുന്തിപ്പുഴയോരത്ത് 100കണക്കിന് പേരാണ് പിതൃതർപ്പണത്തിന് എത്തിയത്. രാവിലെ മുതൽ തന്നെ ഭക്തരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. കാർമ്മികന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വിശ്വാസികൾ
തങ്ങളുടെ പിതൃക്കൾക്കായി കർമ്മങ്ങൾ ചെയ്തു. ഒരു തുള്ളി അക്ഷരം നിന്ന് പരിഗണിക്കുന്ന അക്ഷരം അതുകൊണ്ട് ഉള്ള കയ്യിൽ വെക്കുക. ഈ പറയുന്ന മന്ത്രം ചൊല്ലുക. ഇല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഒരു ജീവജാലങ്ങളും ഉണ്ടാവില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സൂര്യ ഭഗവാനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ കർമ്മത്തെ ആരംഭിക്കാം. കർക്കിടകത്തിലെ കറുത്തവാവ് ദിനത്തിലാണ് കർക്കിടക വാവ് ബലി ആചരിക്കുന്നത്. ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയാണ് കർക്കിടത്തിലേത്. അതുകൊണ്ടാണ് കർക്കിടക വാവ് ബലി പ്രാധാന്യമുള്ളതായി കരുതുന്നത്. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിട്ട റോഡിന്റെ പകുതി ഭാഗവും തകർന്നത് ആദ്യകാല ഗ്രാമീണ റബ്ബറൈസ്ഡ് റോഡായ അലനല്ലൂർ കണ്ണംകുണ്ട് റോഡ്. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് കുഴികളിൽ നിരത്തിയ കോറി വേസ്റ്റും ഒലിച്ചുപോയി. എൻ ഷംസുദ്ദീൻ MLA ശ്രമഫലമായാണ് അലനല്ലൂർ മുതൽ കൊട്ടിയംകുന്ന് വരെയുള്ള 4.5 കിലോമീറ്റർ റോഡ് 2013 റബ്ബറൈസ് ചെയ്തു നവീകരിച്ചത്. ഒരു ഗ്രാമീണ റോഡ് റബ്ബറൈസ് ചെയ്യുന്നതും അന്ന് ആദ്യമായിട്ടായിരുന്നു. നവീകരണ പ്രവൃത്തികൾ കഴിഞ്ഞ് 11 വർഷം പിന്നിടുമ്പോഴും കാര്യമായ തകരാറുകൾ റോഡിനുണ്ടായിരുന്നില്ല. എന്നാൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി വശം കീറി പൈപ്പിട്ടതോടെ റോഡ് പാടെ തകർന്നു. കണ്ണംകുണ്ട് കോസ്വേക്ക് ഇരുവശവുമുള്ള അപ്രോച്ച് റോഡുകളുടെ വശങ്ങൾ പകുതിയോളം തകർന്നു പോയതോടെ വലിയ ഗർത്തമാണ് ഇവിടെ രൂപപ്പെട്ടത്. വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായെന്ന പ്രദേശവാസിയായ ഷമീർ തൂണൂരാൻ പറഞ്ഞു. 2 ദിവസം മുമ്പ് ഒരു കാറ് കുഴിയിൽ പെട്ട് ജനങ്ങൾ പെട്ടെന്ന് ഓടി ചെന്നതുകൊണ്ട് താങ്ങി നിർത്തി. അതിനുശേഷമാണ് അവർ രക്ഷപ്പെട്ടതെന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു സൈഡിൽ കുഴികൾ ഉണ്ടാകുന്നത് കാരണം റോഡ് ഭയങ്കര ബ്ലോക്കായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിൽ നിന്നൊക്കെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത, അതായത് വഴിയാത്രക്കാർക്ക് അടക്കം തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബന്ധപ്പെട്ട അധികൃതരെ വിഷയം പലതവണ അറിയിച്ചെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസിയായ MP സനിൽ പറഞ്ഞു. 10 കൊല്ലം ഇതുവരെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ നല്ല റോഡായിരുന്നു. ഇവിടുന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് 6 മാസങ്ങൾക്ക് മുന്നേ നമ്മൾ ജലനീതിൻ്റെ പൈപ്പ് അതുപോലെ തന്നെ കേബിൾ ഇത് ഇടാൻ വേണ്ടി റോഡിൻ്റെ ഇരു സൈഡുകളിലും പൊളിച്ച് മാന്തി. അതിന് യാതൊരുവിധ നടപടികൾ നമ്മൾ പല പ്രാവശ്യം അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിനുള്ളൊരു നടപടി എന്ന് പറഞ്ഞ രീതിയിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ തന്നെ അവർ പറഞ്ഞതിന് ശേഷം അവിടെ ഇവിടെയായിട്ട് കോറി വേസ്റ്റ് കുറച്ച് കൊടുന്നിടുക എന്നല്ലാതെ ഇത് വരെ ക്ലിയർ ചെയ്യാനോ അല്ലാതെ പ്രോപ്പറായിട്ടുള്ളൊരു മെയിൻ്റനൻസ് ഇതുവരെ നടത്തിയിട്ടില്ല. അലനല്ലൂരിൽ നിന്നും എടത്തനാട്ടുകരയിലേക്കുള്ള എളുപ്പവഴിയായതിനാൽ നിരവധി വാഹനങ്ങളാണ് ഓരോ ദിവസവും ഈ വഴിയെ ആശ്രയിക്കുന്നത്. കാർഷിക മേഖലയിൽ മാറ്റങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന സന്നദ്ധ സംഘമായി കർഷക സംഘം മാറണമെന്ന് കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി MR മുരളി. പട്ടാമ്പിയിൽ കർഷക സംഘം ഏരിയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MR മുരളി. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് സമരങ്ങൾ നടത്തുന്നതോടൊപ്പം ഈ മേഖലയിലെ മാറ്റങ്ങൾ മനസ്സിലാക്കി അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന സന്നദ്ധ സംഘമായി കർഷക സംഘം മാറണമെന്ന് MR മുരളി പറഞ്ഞു. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തി അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ സമരങ്ങൾ സംഘടിപ്പിച്ചു പോകുന്നതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെ എന്ന് കണ്ടറിഞ്ഞ് ആ മാറ്റങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന ഒരു സന്നദ്ധ സംഘമായി കർഷക സംഘം മാറേണ്ടത്. ഒരു സന്നദ്ധ സംഘമായിട്ട് മാറണം. കർഷകന്റെ ഉത്തമ മിത്രമായി, കർഷകന്റെ യഥാർത്ഥ നേതൃത്വമായി, കർഷകന്റെ ഏറ്റവും അടുത്ത സഹായിയായി, കർഷകന്റെ സംരക്ഷകനായി കർഷക സംഘം മാറണം. അങ്ങനെ യഥാർത്ഥ നായകനായി സമരം വേണമെങ്കിൽ സമരം, മറ്റു രീതിയിൽ ഇടപെടലുകൾ വേണ്ടിടത്ത ഇടപെടലുകൾ ഇതെല്ലാം നടത്താൻ കഴിയുന്ന ഒരു സന്നദ്ധ സംഘമായി കർഷക സംഘത്തെ മാറ്റിയെടുക്കുന്നത്. CM നീലകണ്ഠൻ അധ്യക്ഷനായി. U അജയ്കുമാർ, P വിജയകുമാർ, K മുരളി, T ഗോപാലകൃഷ്ണൻ, KV ഗംഗാധരൻ തുടങ്ങിയ നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴയുടെ 5ാം വാർഷികത്തിന്റെ ഭാഗമായി ഇനി ഞങ്ങളും പറയാം എന്ന പേരിൽ റിവർ യൂത്ത് പാർലമെന്റ് സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭാരതപ്പുഴയുടെ പുനർജീവനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിക്കാനും ചർച്ചകൾ നയിക്കാനും അഭിപ്രായങ്ങൾ അറിയിക്കാനുമുള്ള അവസരം പുതുതലമുറയ്ക്കും കൂടി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇനി ഞങ്ങളും പറയാം എന്ന പേരിൽ
ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ ഷൊർണൂർ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ റിവർ യൂത്ത് പാർലമെന്റ് സംഘടിപ്പിച്ചത്. കാർമൽ സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. 209 കിലോമീറ്റർ ദൂരമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കപ്പെട്ട വർഷങ്ങൾക്ക് മുമ്പ് ഭാരതപ്പുഴ നമ്മുടെ കുട്ടിക്കാലത്ത് എല്ലാ കുട്ടിക്കാലത്ത് പഞ്ചായത്ത് കടൽ കൊണ്ട് പൊതിഞ്ഞ് പുല്ലും കാടും വേടും ഇല്ലാത്ത ഏറ്റവും സുന്ദരമായ പുഴയായിട്ട് ഏതാണ്ട് 10-20 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊക്കെ കാണാൻ സാധിച്ചു. പക്ഷെ ഇന്ന് നമ്മൾ സഞ്ചരിച്ച് നോക്കുമ്പോൾ വളരെ ഭയാനകമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഭാരതപ്പുഴ ഇന്ന് നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ അഡ്മിനിസ്ട്രേഷൻ ജോയിന്റ് സെക്രട്ടറി EM ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ ജനറൽ സെക്രട്ടറി വിനോദ് M നമ്പ്യാർ വിഷയാവതരണം നടത്തി. ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ ഷൊർണൂർ ചാപ്റ്റർ കോർഡിനേറ്റർ രവീന്ദ്രൻ തടത്തിൽ, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ പോൾ മാത്യു, ഗവേഷകനായ ഡോക്ടർ V പ്രേമചന്ദ്രൻ, ചാപ്റ്റർ ആക്ഷൻ ജോയിന്റ് സെക്രട്ടറി A ശ്രീകുമാർ എന്നിവരും പങ്കെടുത്തു. വിവിധ കോളേജുകളിലെയും സ്കൂളിലെയും വിദ്യാർത്ഥികൾ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. യാത്രക്കിടെ വഴിയിൽ നഷ്ടപ്പെട്ടുപോയ 15 പവൻ സ്വർണ്ണാഭരണങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ ഉടമയുടെ കൈവശമെത്തിച്ച് മങ്കര പോലീസ്. ഇതിന് തുണയായത് സ്വർണം കളഞ്ഞു കിട്ടിയവരുടെ സത്യസന്ധത. കാണാം ഒറ്റപ്പാലം ബ്യൂറോയുടെ ഒരു റിപ്പോർട്ട്. ശനിയാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. മങ്കര വെള്ളറോഡ് വഴി തൃശൂരിലേക്ക് പോവുകയായിരുന്ന കുനിയമ്പാട് സ്വദേശി ശിവദാസന്റെ ഭാര്യയുടെ കൈവശമുണ്ടായിരുന്ന ആഭരണങ്ങളും മൊബൈൽ ഫോണും പണവും അടങ്ങുന്ന ബാഗാണ് യാത്രാമധ്യേ വീണുപോയത്. ബാഗ് നഷ്ടപ്പെട്ട വിവരം ഉടൻ തന്നെ മങ്കര കാളികാവ് പരിസരത്ത് ബലിതർപ്പണ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരെ ഇവർ അറിയിച്ചു. സൈബർ സെൽ മുഖേന നഷ്ടപ്പെട്ട ബാഗിലെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ശില്പയും നൌഷാദും അടങ്ങുന്ന സുഹൃത്ത് സംഘത്തിനാണ് ബാഗ് കിട്ടിയത്. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ബാഗ് ഏൽപ്പിക്കാനായിരുന്നു ഇവരുടെ തീരുമാനം. അതേസമയം ബാഗിലെ മൊബൈൽ ഫോൺ മുഖേന പോലീസ് ഇവരുമായി ബന്ധപ്പെട്ടു. തുടർന്ന് പറളി ചെക്ക് പോസ്റ്റിനടുത്ത് വെച്ച് ബാഗ് പോലീസിന് കൈമാറി. മങ്കര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ബാഗ് പിന്നീട് യഥാർത്ഥ ഉടമകൾക്ക് CI പ്രതാപ് കൈമാറി. SI ഉദയകുമാർ, ASI മണികണ്ഠൻ, CPOമാരായ ബഷീർ, ലീലാകൃഷ്ണൻ എന്നിവരാണ് പ്രശ്നത്തിൽ സമയോചിതമായി ഇടപെട്ടത്. സ്വർണത്തേക്കാൾ മൂല്യമുള്ള സത്യസന്ധത കാട്ടിയ സുഹൃത്ത് സംഘത്തെ പോലീസ് അഭിനന്ദിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഈ വർഷത്തെ മുഖ്യമന്ത്രിയുടെ ഫയർ സർവീസ് മെഡലിന് പെരിന്തൽമണ്ണ അഗ്നിരക്ഷാ നിലയത്തിലെ 2 പേർ അർഹരായി. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരും ഡ്രൈവർമാരുമായ നവീൻ K, പ്രശാന്ത് TP എന്നിവരാണ് മികച്ച സേവനത്തിന് മുഖ്യമന്ത്രിയുടെ ബഹുമതിക്ക് അർഹരായത്. അഗ്നിരക്ഷാ പ്രവർത്തനങ്ങളിൽ മികച്ച സേവനം പരിഗണിച്ചാണ് പെരിന്തൽമണ്ണ അഗ്നിരക്ഷാ നിലയത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരും ഡ്രൈവർമാരുമായ നവീൻ K, പ്രശാന്ത് TP എന്നിവരെ മുഖ്യമന്ത്രിയുടെ ഫയർ സർവീസ് മെഡലിന് തെരഞ്ഞെടുത്തത്. മൊറയൂർ തേജസ് വീട്ടിൽ ഗോവിന്ദൻ, വസന്തകുമാരി എന്നിവരുടെ മകനാണ് നവീൻ ദീക്ഷിത്. രക്ഷാപ്രവർത്തനത്തിലെ മികവിന് 16 പുരസ്കാരങ്ങളും 3 തവണ ബഹുമതികളും നവീൻ കരസ്ഥമാക്കിയിട്ടുണ്ട്. നിലമ്പൂർ ചുള്ളിയോട് തയ്യിൽ വീട്ടിൽ പ്രഭാകരൻ, വസന്ത എന്നിവരുടെ മകനാണ് പ്രശാന്ത്. രക്ഷാപ്രവർത്തനത്തിലെ മികവിന് 15 പുരസ്കാരങ്ങളും 4 തവണ ബഹുമതികളും പ്രശാന്ത് നേടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയിൽ നിന്നും ഇരുവരും മെഡലുകൾ സ്വീകരിക്കും. INTUC മണ്ണാർക്കാട് റീജിയണൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട INTUC ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണന് ചടങ്ങിൽ സ്വീകരണവും നൽകി. മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ INTUC ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് റീജിയനുമായി ബന്ധപ്പെട്ട് സുരേഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ റീജിയൻ സമ്മേളനം ഞാനിപ്പോൾ ഇവിടെ മനസ്സിലാക്കിയത്. കാരണം എല്ലാം നമുക്ക് സാധിക്കും, നമുക്ക് സാധിക്കാത്തതൊന്നുമല്ല, എല്ലാം സാധിക്കും. പക്ഷെ ആ ചിട്ടയോട് കൂടിയിട്ടുള്ള പ്രവർത്തനം, അതിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർ അതിന് തയ്യാറാണ്. ക്ഷേമനിധി ബോർഡുകളെ നോക്കുകുത്തിയാക്കുകയും തൊഴിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടപ്പിലാക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. റീജിയണൽ പ്രസിഡന്റ് O സജീബ് അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന നിർവാഹക സമിതി അംഗം
PR സുരേഷ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് പീമനാട്, VV ഷൗക്കത്തലി, അരുൺകുമാർ പാലകുർശി, P മുരളീധരൻ, കുരിക്കൽ സയ്യിദ്, PK നസീർ ബാബു, സിജാദ് അമ്പലപ്പാറ എന്നിവർ പ്രസംഗിച്ചു. വെട്ടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് ജനകീയ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള 50 കർമ്മ പദ്ധതികളുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. സ്കൂളിലെ NSS യൂണിറ്റിന്റെ ജീവദ്യുതി പ്രൊജക്ടിന്റെ കീഴിൽ പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. NSS വളണ്ടിയർമാർക്ക് പുറമെ അധ്യാപകർ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, PTA SMC അംഗങ്ങൾ, വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ, തൊഴിലാളികൾ, വീട്ടമ്മമാർ, ഓട്ടോ ഡ്രൈവർമാർ തുടങ്ങി നാനാതുറകളിൽപ്പെട്ടവർ രക്തദാനം ചെയ്യാനായി എത്തി. ദേശീയ ഫുട്ബോൾ താരം VP സുഹൈർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് P ഷംസുദ്ദീൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് V അബ്ദുൽ ലത്തീഫ്, പ്രധാനാധ്യാപകൻ KA അബ്ദുൽ മനാഫ്, SMC ചെയർമാൻ C മമ്മു, PK ജാഫർ ബാബു, സുരേഷ് ബാബു കാരക്കുന്നുമേൽ, T ഷൗക്കത്ത്, CG വിപിൻ, NSS പ്രോഗ്രാം ഓഫീസർ O മുഹമ്മദ് അൻവർ എന്നിവർ പങ്കെടുത്തു. UAEയിൽ നടന്ന 2024 ദുബായ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പെരിന്തൽമണ്ണ ജൂബിലി റോഡ് സ്വദേശി ഷെഫീഖ് ചേനാടൻ ചാമ്പ്യനായി. ഹെവി കാറ്റഗറി മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ 3 ഇനങ്ങളിൽ ഷെഫീഖ് 1ാം സ്ഥാനം നേടി. മിസ്റ്റർ ഇന്ത്യ, മിസ്റ്റർ ഏഷ്യ, മിസ്റ്റർ UAE ഇന്റർനാഷണൽ ബോഡി ബിൽഡർ എന്നീ നേട്ടങ്ങൾ ഷെഫീഖ് മുമ്പ് കരസ്ഥമാക്കിയിട്ടുണ്ട്. സ്പോർട്സ് കാറ്റഗറിയിൽ UAE ഗോൾഡൻ വിസ കഴിഞ്ഞ മാസമാണ് ഷെഫീഖ് ചേനാടന് ലഭിച്ചത്. %% റോ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷൻ USA INCയുടെ ദുബായ് ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിലാണ് പെരിന്തൽമണ്ണ ജൂബിലി റോഡ് സ്വദേശി ഷെഫീഖ് ചേനാടൻ ജേതാവായത്. ഷെഫീഖ് ചേനാടൻ 3 ഇനങ്ങളിൽ 1ാം സ്ഥാനം നേടി മിന്നും പ്രകടനം കാഴ്ചവെച്ചു. ഹെവി കാറ്റഗറി മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ സ്റ്റിറ്റ് കേൾ, ഡെഡ് ലിഫ്റ്റ്, ബെഞ്ച് പ്രസ് എന്നീ ഇനങ്ങളിൽ 1ാം സ്ഥാനം നേടിയാണ് മെഡൽ കരസ്ഥമാക്കിയത്. മുൻ മിസ്റ്റർ ഇന്ത്യയും മുൻ മിസ്റ്റർ ഏഷ്യയുമാണ് ഷെഫീഖ് ചേനാടൻ. മിസ്റ്റർ UAE ഇന്റർനാഷണൽ ബോഡി ബിൽഡർ സ്ഥാനവും മുമ്പ് നേടിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം സ്പോർട്സ് കാറ്റഗറിയിൽ UAE ഗോൾഡൻ വിസ ലഭിച്ചിരുന്നു. ബോഡി ബിൽഡറും ട്രെയിനറുമായ ഷെഫീഖ് ചേനാടൻ ദുബായിൽ ജിംനേഷ്യൻ ക്ലബ്ബുകൾ നടത്തുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓങ്ങല്ലൂർ വാടാനാംകുറിച്ചി മേഞ്ചിത്തറ പ്രദേശത്ത് കുന്നിൻ മുകളിൽ വലിയ മുഴക്കം കേട്ടത് പരിഭ്രാന്തിയുണ്ടാക്കി. നിരവധി ക്വാറികൾ പ്രവർത്തിക്കുന്ന കുന്നിൽ ഉരുൾപൊട്ടൽ ഭീഷണിയെന്ന് നാട്ടുകാർ. ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു. ചെർപ്പളശ്ശേരി ചീഞ്ഞു നാറുന്നു. നഗരത്തിലെ AKG റോഡിന് സമീപം സ്വകാര്യ സ്ഥലത്ത് കുന്നുകൂടി കിടക്കുന്നത് മനുഷ്യ വിസർജ്യം ഉൾപ്പെടെയുള്ള മാലിന്യം. മഴയിൽ ഇത് റോഡിലേക്കും ഒഴുകുന്നു. എവിടെ പോയി മഴക്കാല ശുചീകരണമെന്ന് നാട്ടുകാർ. സാധാരണക്കാരെയും ദുരിതമനുഭവിക്കുന്നവരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്നതാവണം രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കേണ്ടത് ഈ തത്വമെന്നും VD സതീശൻ. വയനാട്ടിനെ വീണ്ടെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായ പ്രവാഹം. സ്വർണ്ണമാലയും മോതിരവും വിറ്റ് 1 ലക്ഷം രൂപ നൽകി ആനമാങ്ങാട്ടെ അധ്യാപിക ഗിരിജ. ഒരു ദിവസത്തെ വേതനം ദുരിതബാധിതർക്ക് നൽകി കരിമ്പുഴയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. ദുരിതബാധിതരെ സഹായിക്കാൻ സ്വയം മുന്നിട്ടിറങ്ങി മണ്ണാർക്കാട്ടെ കുരുന്നുകൾ. 10 ലക്ഷം രൂപ നൽകുമെന്ന് പെരിന്തൽമണ്ണ നഗരസഭ. ശ്രീകൃഷ്ണപുരത്ത് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണിട്ടുയർത്തിയ ഭാഗം ഇടിഞ്ഞു വീണ സംഭവം. ഒറ്റപ്പാലം സബ് കളക്ടർ സ്ഥലം സന്ദർശിച്ചു. ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് സബ് കളക്ടർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.